ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫിസിക്സില് 9ാം ക്ലാസ് സ്റ്റേറ്റ് മുതൽ CBSE, ICSE അതുപോലെ +1 സയൻസ് സ്റ്റുഡൻസിനും എല്ലാ CBSE, സ്റ്റേറ്റ്, ICSE എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ന്യൂട്ടന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ v u + at. v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി ആണ്, u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, a എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്, t എന്ന് പറയുന്നത് ടൈം ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചില പ്രോബ്ലംസ് ചോദിക്കാം. ഫൈനൽ വെലോസിറ്റി കാണാൻ ചോദിക്കാം. അവിടെ ഇനീഷ്യൽ വെലോസിറ്റിയും ആക്സലറേഷൻ ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ വെലോസിറ്റി കാണാം. ഇനി ആക്സലറേഷൻ കാണാനായിട്ട് ഫൈനൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി ടൈം തന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ വെച്ച് ആക്സലറേഷൻ a എന്ന് പറയുന്നത് v - u/t ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ന്യൂട്ടന്റെ ഇക്വേഷൻ ആണ് s = ut + ½ at². ഇവിടെ s എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്, t എന്ന് പറയുന്നത് ടൈം ആണ്, a എന്ന് പറയുന്നത് ആക്സലറേഷൻ ആണ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയും ടൈമും ആക്സലറേഷനും കണക്ട് ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ന്യൂട്ടന്റെ ഈ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. s = ut + ½ at². ഓക്കെ, ഇനി തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് v² = u² + 2as. ഇപ്പൊ നമുക്ക് ടൈം ഇല്ലാതെ ഒരു പ്രോബ്ലം ചോദിക്കുകയാണ്. അത് ഫൈനൽ വെലോസിറ്റി ഉണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് v² = u² + 2as. അപ്പോൾ ടൈമിന്റെ ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ v ആദ്യം കണ്ടുപിടിക്കാം, അത് വെച്ചിട്ട് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാം. വളരെയധികം പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഇത്. അത് മാത്രമല്ല കേരള എൻട്രൻസിനും IIT JEE-ക്കൊക്കെ ഈ ഭാഗത്ത് കണ്ടമാനം ചോദ്യങ്ങൾ വരും. ഇത് മാത്രമല്ല PSC UPSC എക്സാമിനേഷൻസിനൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ ഇവിടെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നമ്മളൊരു കാറ് മൂവ് ചെയ്യാണ്, കാറ് ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെ ആക്സലറേഷൻ ഡിസ്ലറേഷൻ സംഭവിക്കുക. അവിടെ ഫൈനൽ വെലോസിറ്റി v0 ആയിരിക്കും, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ടാവും, ആക്സലറേഷൻ തന്നിട്ടുണ്ടാവും. എത്ര സമയം കൊണ്ട് കാർ നിൽക്കും എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. അതുപോലെ തന്നെ എത്ര ഡിസ്പ്ലേസ്മെന്റ് വേണ്ടി വരും. അപ്പോൾ ഈ പറയുന്ന ഇക്വേഷൻ നമുക്ക് കമ്പൈൻ ചെയ്തിട്ടും ഒറ്റയ്ക്കായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്.